السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ ورسوله النبي الكريم. لقد زان البلاد ومن عليها إمام المسلمين أبو حنيفة بآثار وفقه في حديثي كآثار رموز على الصحيفة. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ മനോഹരമായ വേദിയിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് അല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആരായിരുന്നു മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു? കർമ്മശാസ്ത്രത്തിലെ നാല് പ്രധാനപ്പെട്ട മദ്ഹബുകളിൽ ആദ്യത്തേതും ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുമുള്ള ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഹിജ്റ 80 ക്രിസ്താബ്ദം 699 ഇറാഖിലെ വിജ്ഞാന കേന്ദ്രമായിരുന്ന ബഗ്ദാദിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. മഹാനവറുകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒട്ടനവധി മഹത്വങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. മഹാനവറുകളുടെ ജീവിതത്തിലൂടെ നമുക്കൊന്നു കണ്ണോടിച്ചു നോക്കാം. ഒരിക്കൽ മഹാനവറുകൾ അറിവ് തേടിക്കൊണ്ട് ഒരു യാത്ര ഇങ്ങനെ ചെയ്യുകയായിരുന്നു. അപരിചിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. അങ്ങേ അറ്റത്തെ വിശപ്പ് കാരണം മഹാനവറുകൾ ആ നാട്ടിലുള്ള പള്ളിയിൽ പ്രവേശിച്ച് അവിടെ വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങുന്ന സമയത്ത് ആ പള്ളിയുടെ പരിചാരകനായ, ആ പള്ളിയുടെ ജോലിക്കാരനായ ആള് വന്നിട്ട് മഹാനവറുകളോട് അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇവിടെ അപരിചിതരായ ആളുകൾ വന്ന് കിടക്കുന്നത് ഇവിടത്തെ നാട്ടുകാർ വിലക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. മഹാനവറുകൾ കഴിയുന്ന വിധമെല്ലാം പറഞ്ഞു നോക്കി. ഞാനൊരു യാത്രക്കാരനാണ്, ഞാൻ ഇൽമ് തേടി വന്നതാണ്, എനിക്കിവിടെ കുറച്ചു നേരെങ്കിലും വിശ്രമിച്ചേ മതിയാകൂ എന്നൊക്കെ കഴിയുന്ന വിധമെല്ലാം പറഞ്ഞു നോക്കി. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. മഹാനവറുകളെ അവിടെ കിടത്താൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, മഹാനവറുകളെ അവിടെ നിന്ന് വലിച്ചെത്തി പുറത്താക്കുകയും ചെയ്തു. എന്നിട്ടും മഹാനവറുകൾ പറഞ്ഞിട്ടില്ല ഞാൻ ഹനഫി മദ്ഹബിന്റെ സ്ഥാപകനാണ് എന്നോ അല്ലെങ്കിൽ വലിയ പണ്ഡിതനാണ് എന്നോ ഒന്നും അയാളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു റൊട്ടിക്കച്ചവടക്കാരനുണ്ട്. അദ്ദേഹം ഇത് ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ അദ്ദേഹം ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ പ്രശ്നം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരു യാത്രക്കാരനാണ്, ഇൽമ് തേടി വന്നതാണ്. അങ്ങനെ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്ര എനിക്ക് വളരെയേറെ പ്രയാസമാണ്. അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാൻ നിന്നപ്പോൾ ഇദ്ദേഹം സമ്മതിക്കുന്നില്ല.
ആ സമയത്ത് ഈ റൊട്ടി കച്ചവടക്കാരൻ പറഞ്ഞു, താങ്കൾക്ക് ഞാൻ അഭയം നൽകാം, താങ്കൾക്ക് ഞാൻ പാർപ്പിടം നൽകാം, താങ്കൾക്ക് ഞാൻ ഭക്ഷണം നൽകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ റൊട്ടി കച്ചവടക്കാരൻ മഹാനവറുകളെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം മഹാനവറുകൾ കഴിഞ്ഞുകൂടുകയാണ്. ഈ റൊട്ടി കച്ചവടക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളായ അസ്തഗ്ഫിറുല്ലാ എന്ന വാക്കുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിടുന്നതായിട്ട് ഈ മഹാനവറുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോരാൻ നേരത്ത് മഹാനവറുകൾ ചോദിച്ചു, അല്ല, ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്, നിങ്ങൾ ഇങ്ങനെ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന് മാത്രം എന്ത് വലിയ തെറ്റാണ് താങ്കൾ ചെയ്തത്, ഇതിന് മാത്രം എന്ത് വലിയ പാപമാണ് താങ്കൾ ചെയ്തത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹ്, എന്റെ നാഥന് സ്തുതി, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിന് സ്തുതി. ഞാൻ ഇന്ന് വരെ ഇസ്തിഗ്ഫാർ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചത് കൊണ്ട് തന്നെ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തും ബുദ്ധിമുട്ട് എനിക്ക് തന്നിട്ടില്ല. എന്റെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരേ ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട്. എന്താണ് ആ ആഗ്രഹം എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. വളരെ ആഗ്രഹത്തോടെയും ആവേശത്തോടെയും മഹാനവറുകൾ ചോദിക്കുകയാണ്. അങ്ങനെ ആ റൊട്ടി കച്ചവടക്കാരൻ പറയുകയാണ്, ഈ ലോകത്ത് വലിയൊരു പണ്ഡിതനുണ്ട്, ഹനഫി മദ്ഹബിന്റെ സ്ഥാപകനായ വലിയ പണ്ഡിതനാണ്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ പണ്ഡിതനാണ്, ധാരാളം കിതാബുകൾ ക്രോഡീകരിച്ച വലിയ മഹാനാണ്. ആ മഹാൻ അറിയാത്ത ഒരു ശിഷ്യനാണു ഞാൻ. ആ മഹാന്റെ ഇൽമുകളിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ ഇൽമ എടുക്കാറുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ആ മഹാനവറുകൾ പറയുകയാണ്, താങ്കൾ ഒരിക്കലും നടന്നില്ലാത്ത ആ അവസാനമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ, അത് ഇതാ ഇവിടെ സാധിപ്പിച്ചു നൽകുകയാണ് അല്ലാഹു തആല. നിങ്ങൾ പറഞ്ഞ ആ ഒരു മഹാൻ തന്നെയാണ് ഞാൻ, ഇമാം അബൂ ഹനീഫയാണ് ഞാൻ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനവറുകളുടെ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിനമായി കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നാം സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഉഖ്റവിയായതും നമ്മുടെ ദുന്യവിയായതുമായ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു തരും. നമുക്കൊരു രീതിയിലുള്ള പ്രയാസവും അല്ലാഹു തആല വരുത്തുകയില്ല. പക്ഷേ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നാം വെറും നാവ് കൊണ്ട് ചൊല്ലിയാൽ മാത്രം പോരാ. എന്താണ് ഇസ്തിഗ്ഫാർ? ഹൃദയത്തിന്റെ അകത്തുണ്ടാകുന്ന തഖ്വയിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരു വികാരമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആ തഖ്വയുടെ ഹൃദയത്തിലുണ്ടോ, ആ തഖ്വ ആരുടെ ഹൃദയത്തിലുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ, ആ മനുഷ്യന് നല്ല മാർഗം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. മഹാനവറുകളുടെ ജീവിതകാലം അത്രയും ദീനിന് വേണ്ടിയും ദീനി അഹ്ലുകാർക്ക് വേണ്ടിയുമാണ് മഹാനവറുകൾ ചെലവാക്കിയത്. ഹിജ്റ 150 ക്രിസ്താബ്ദം 767 മഹാനവറുകൾ ബഗ്ദാദിൽ വെച്ച് വഫാത്താകുന്നത്. മഹാനവറുകൾക്ക് ഇമാമുൽ അഅ്ലം എന്ന അപരനാമം കൂടി ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ ജീവിതത്തെ പഠിക്കാനും അവിടുത്തെ ജീവിതം അനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അവരുടെ മദദ് നമുക്ക് ഏറ്റി നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം പുരോഗമിക്കുന്നു. Letter B on the stage. Topic: Imam Shafi'i radiyallahu anhu. Judges please note. Call letter B on the stage. Vishayam: Imam Shafi'i radiyallahu anhu.